സന്ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കുരിശിന്റെ വഴി പ്രാർത്ഥന ചൊല്ലുമ്പോൾ ചിലർ പറയുന്നൊരു കാര്യമാണ്, അച്ഛാ ഏകാഗ്രത കിട്ടുന്നില്ല. കാരണം ഈ 14 സ്ഥലങ്ങളും യാത്ര ചെയ്തൊക്കെ വരുമ്പോഴത്തേക്ക് ഞങ്ങൾ വേറെ വല്ലയിടത്തോട്ട് യാത്ര ചെയ്തെത്തും. മനസ്സുകൊണ്ട് കറങ്ങി കറങ്ങി അവിടെയൊക്കെ പോകും. അപ്പോൾ എന്താണ് ചെയ്യാൻ പറ്റുന്നത്? അപ്പം അത് കുരിശിന്റെ വഴി പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഉപയോഗിക്കാൻ പറ്റിയ ചില ടെക്നിക്കുകളിൽ ഒന്നാമത്തെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്, നമ്മൾ ഈ കുരിശിന്റെ വഴി യാത്രയിൽ യേശു സഹിച്ച വഴികളെ നമ്മൾ വിഷ്വലൈസ് ചെയ്ത്, അതായത് നമ്മുടെ മനസ്സിൽ യേശു ക്രിസ്തു കടന്നുപോയ വഴികളെ ധ്യാനിക്കണം. നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ, അഭ്രപാളികളിൽ കാണുന്നത് പോലെ നമ്മുടെ മുമ്പിൽ യേശു 1-ാം സ്ഥലം തൊട്ട് 14-ാം സ്ഥലം വരെയുള്ള യാത്രയിൽ നമ്മൾ കൃത്യമായി യേശുവിൻ്റെ സാന്നിധ്യത്തെ നമ്മുടെ തൊട്ട് മുമ്പിൽ കണ്ട് നമ്മൾ ധ്യാനിക്കണം. ഹല്ലേലൂയ. രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത്, യേശുവിൻ്റെ ഈ സഹനങ്ങൾക്ക് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധമുണ്ട്, അതിനൊന്ന് കണക്ട് ചെയ്യണം. ഹല്ലേലൂയ. ഈശോ വീണു. അപ്പൊ നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താ? നമ്മളും വീണുകൊണ്ടേയിരിക്കുന്നു, അല്ലേ? ഈശോയെ ഇതാ സഹായിച്ചു, ശിമയോൻ സഹായിച്ചു. അപ്പൊ നമ്മുടെ മനസ്സിൽ വരേണ്ടത് ഏതാ? സഹായിക്കാൻ. വേറോനിക്ക ഇതാ യേശുവിന്റെ മുഖത്തെ ഇതാ തൂവാല കൊണ്ട് ഒപ്പുന്നു. അപ്പൊ നമ്മുടെ മനസ്സിൽ കരുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശുവിൻ്റെ കുരിശുമരണത്തെ, ഈ സഹന വഴികളെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതവുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യണം. മൂന്നാമത്തെ കാര്യം, ഏതെങ്കിലും ഒരു കുഞ്ഞു പ്രാർത്ഥന ഈ യേശുവിൻ്റെ കുരിശിൻ്റെ വഴിയെ ധ്യാനിക്കുന്ന സമയങ്ങളിൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ സ്വീകരിക്കാനായി ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ഉദാഹരണത്തിന് അതിനെ പറ്റി ഏറ്റവും നല്ല പ്രാർത്ഥനയാണ്, ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു, എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച ആ പ്രാർത്ഥന ഒന്ന് ഏറ്റുപറഞ്ഞ് ഒച്ചത്തിൽ പറഞ്ഞ് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു, എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ചേ പ്രിയപ്പെട്ടവരെ, ഈ കുരിശിന്റെ വഴി പ്രാർത്ഥന ചിലവർ ചെല്ലുമ്പോഴത്തേക്ക് 1.5 മണിക്കൂർ 2 മണിക്കൂർ. അപ്പൊ ചിലർ പറയൂ, അത് ഇത്രയും നീണ്ട പ്രാർത്ഥനയാണ്, ഇത്രയും സമയമൊന്നും ചെലവഴിക്കാനില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ കുരിശിന്റെ വഴി പ്രാർത്ഥനയെ ഒരു കുഞ്ഞു പ്രാർത്ഥനയാക്കി നമുക്ക് ചെറുതാക്കാൻ പറ്റും. അതിന് ചെയ്യേണ്ട കാര്യം എന്താ? ഈ 14 സ്ഥലങ്ങളും ഒന്ന് കാണാതെ പഠിക്കാൻ ശ്രമിക്കണം. 14 സ്ഥലങ്ങളും കാണാതെ അറിയാവുന്നവരുണ്ടെങ്കിൽ കൈപൊക്കാവോ? 14 സ്ഥലങ്ങളും കാണാതെ അറിയാവുന്നവര് കുറച്ച് പേരുണ്ട്. ബാക്കിയുള്ള സഹോദരങ്ങളെ, നിങ്ങൾ വിചാരിച്ചാൽ പറ്റും. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, നീ വിചാരിച്ചാൽ പറ്റും. വിചാരിച്ചാൽ പറ്റും. എന്തു പറ്റും? ഈ 14 സ്ഥലങ്ങളും പഠിക്കാൻ പറ്റും. വേറെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഓർമ്മയിൽ കൊണ്ട് നടക്കുന്നു, അല്ലേ? ഇല്ലേ? 25 വർഷം മുമ്പ് കല്യാണത്തിന്റെ അന്ന് പറഞ്ഞ കാര്യം ചേട്ടൻ ഇന്ന് ഓർത്തുകൊണ്ടിരിക്കുന്നു, അല്ലേ? അന്ന് എന്നോട് പറഞ്ഞത് അല്ലേ? അന്ന് അമ്മായിയമ്മ ഇങ്ങനെ പറഞ്ഞു. അതും ഇത് ഓർത്തോണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് വിചാരിച്ചാൽ പറ്റും. പക്ഷെ നമ്മൾ വിചാരിക്കുകയല്ല. നമ്മളൊന്ന് വിചാരിക്കൂ. ഈ 14 സ്ഥലങ്ങളും കേട്ടോ, ഈ 14 സ്ഥലങ്ങൾ, അതാണ് കുഞ്ഞു കുരിശിന്റെ വഴി. നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും ചെല്ലാവുന്ന, ഒത്തിരി സമയമൊന്നും എടുക്കൊന്നുമില്ല, ഇച്ചിരി സമയം മതി. ഇച്ചിരി സമയം കൊണ്ട് വലിയൊരു ബ്ലെസ്സിങ് കിട്ടും. കുഞ്ഞു കുരിശിന്റെ വഴി. 1-ാം സ്ഥലം ഏതാ? 1-ാം സ്ഥലം ഈശോ മരണത്തിന് വിധിക്കപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പറഞ്ഞ 1-ാം സ്ഥലം ഈശോ മരണത്തിന് വിധിക്കപ്പെടുന്നു. അപ്പൊ ഇത് ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്ത് വരണം? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈശോയുടെ കുരിശുമരണത്തെ നമ്മുടെ തൊട്ട് മുമ്പിൽ വിഷ്വലൈസ് ചെയ്യുകയാണല്ലോ. അപ്പൊ ഈശോ മരണത്തിന് വിധിക്കപ്പെടുന്നു. അത് നമ്മൾ ഈശോ ഇതാ നമ്മളൊക്കെ സിനിമയിലൊക്കെ കണ്ടതാവാം, കുരിശിന്റെ വഴി യാത്രയിൽ പല സ്ഥലങ്ങളിൽ കണ്ടതാവാം. നമ്മൾ ഈ സമയത്ത് തൊട്ട് മുമ്പിൽ ഈശോ ഇതാ
കുരിശും കൊണ്ട് ചുമന്നുകൊണ്ട് ജീവിതയാത്ര ആരംഭിക്കുന്ന മനസ്സിൽ കാണണം. ഈശോ ഇതാ കുരിശു മരണത്തിന് വിധിക്കപ്പെടുന്നു. ഇത് ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണം, ഈശോയെ ഇത്രമേൽ അങ്ങയുടെ സ്നേഹം, അല്ലെ, ഇത്രമേൽ എനിക്ക് വേണ്ടി അങ്ങയുടെ സ്നേഹം, അത് ധ്യാനിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ഒന്നാമത്തെ രഹസ്യം എന്താണ്? ഈശോ കുരിശു മരണത്തിന് വിധിക്കപ്പെടുന്നു. രണ്ടാം രഹസ്യം എന്താണ്? ഈശോ കുരിശ് ചുമക്കുന്നു. യെസ്, രണ്ടാം രഹസ്യം പറഞ്ഞ എന്താണ്? രണ്ടാം രഹസ്യം ഈശോ കുരിശ് ചുമക്കുന്നു. അപ്പൊ ഇത് ധ്യാനിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, എല്ലാവർക്കും എന്തുണ്ട്? കുരിശുണ്ട്. നമ്മുടെ ജീവിതത്തിലും കുരിശുണ്ട്. ആരാ നമ്മുടെ കുരിശ്? ഭാര്യ പറയുന്നു ഭർത്താവാണ് കുരിശ്, ഭർത്താവ് പറയുന്നു ഭാര്യയാണ് കുരിശ്. അതല്ല, അതിനേക്കാൾ ഉപരി നമ്മൾ ഇന്ന് കടന്നു പോകുന്ന ചില രോഗങ്ങൾ, ചില പ്രശ്നങ്ങൾ, അത് കുരിശാണ്, അത് കുരിശാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, കർത്താവേ എനിക്കും കുരിശുണ്ട്. പറഞ്ഞേ, എനിക്കും കുരിശുണ്ട്. പറഞ്ഞേ, എനിക്കും കുരിശുണ്ട്. മൂന്നാം സ്ഥലം, ഈശോ ഒന്നാം പ്രാവശ്യം വീഴുന്നു. മൂന്നാം സ്ഥലം എന്താണ്? ഈശോ ഒന്നാം പ്രാവശ്യം വീഴുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ മനുഷ്യരാണ്, നമുക്ക് ഒത്തിരി ബലഹീനതകളുണ്ട്. കുമ്പസാരങ്ങളിലൊക്കെ നമ്മൾ പല തീരുമാനങ്ങൾ എടുത്താലും, തീരുമാനങ്ങളൊക്കെ എടുക്കും, ശക്തമാണ്. മനസ്താപ്രകരണം എന്ന പ്രാർത്ഥന ചൊല്ലി അവസാനം നമ്മൾ എന്ത് പറയും? ഇനിയൊരു പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കാനും തയ്യാറാണ്. ഇതെവിടെ വെച്ചാ പറയുന്നത്? പള്ളിയിൽ വെച്ച്. എന്നിട്ട് വീട്ടിൽ ചെല്ലുമ്പോഴോ നമ്മൾ ചൊല്ലിയ പ്രാർത്ഥന നമ്മൾ മറന്നുപോകും. നമ്മൾ ചൊല്ലിയ പ്രാർത്ഥന നമ്മൾ മറന്നുപോകും. നമ്മൾ പഴയ അവസ്ഥയിലാണ്. അപ്പൊ നമ്മൾ ഓർക്കണം, നമുക്ക് ഇങ്ങനത്തെ കുറെ ബലഹീനതകളുണ്ട്. ഈശോ ഒന്നാം പ്രാവശ്യം വീണു എന്ന് പറയുമ്പോൾ നമ്മൾ ധ്യാനിക്കേണ്ടത് നമ്മുടെ വീഴ്ച, നമ്മുടെ ബലഹീനതകൾ. നാലാമത്തെ കുരിശിന്റെ വഴിയുടെ യാത്ര, യേശു തൻ്റെ അമ്മയെ കാണുന്നു, തൻ്റെ മാതാവിനെ കാണുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ഈ നാലാം രഹസ്യത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ വേദനയിൽ നമ്മളെ സഹായിക്കാൻ ദൈവം ചിലരെ പറഞ്ഞയക്കും. നീ ഇന്ന് കടന്നു പോകുന്ന വേദനയിൽ നിന്നെ സഹായിക്കാൻ ചിലരെ ദൈവം പറഞ്ഞയക്കും. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഈശോയ്ക്ക് അത്രമേലൊരു ആശ്വാസമായിരുന്നു. ആരും കൂടെ ഇല്ലാതിരുന്ന സമയത്താണ് കുരിശും കൊണ്ടുള്ള യാത്രയിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം. ഇത് ഈശോയ്ക്ക് അങ്ങേയറ്റം ഒരു ആശ്വാസമായിരുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ ധ്യാനിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പരിശുദ്ധ അമ്മയെ നമ്മുടെ സാന്നിധ്യത്തിലേക്ക് കൊണ്ടുവരിക. പിന്നെ അമ്മമാരെ കുറിച്ചും ധ്യാനിക്കാൻ പറ്റിയ ഒരു മേഖലയാണ്. അഞ്ചാം സ്ഥലം എന്താണ്? ശിമയോൻ ഈശോയെ സഹായിക്കുന്നു. ശിമയോൻ ഈശോയെ സഹായിക്കുന്നു. പറഞ്ഞേ. അപ്പൊ ഇത് ധ്യാനിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതുപോലെ ഒത്തിരി പേര് സഹായിക്കുന്നുണ്ട്. ഓർക്കാറുണ്ടോ? അതോ നമ്മൾ വിചാരിക്കുന്നു ഇതൊക്കെ ഞാൻ അവകാശപ്പെട്ടതാണ്? അല്ല, മറ്റുള്ളവരുടെ സ്നേഹമാണ്, മറ്റുള്ളവരുടെ സഹായമാണ് നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ളത്. അപ്പൊ ശിമയോൻ ഈശോയെ സഹായിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ ധ്യാനിക്കണം, ഈശോയെ എൻ്റെ ജീവിതത്തിലും ഒത്തിരി പേര് എന്നെ സഹായിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആറാമത്തെ സ്റ്റേഷനിലോട്ട് എത്തുമ്പോൾ നമ്മൾ ധ്യാനിക്കുന്നത് ഇതാ വേറോനിക്ക ഈശോ മിശിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു. അല്ലേ? ഈശോ മിശിഹായുടെ തിരുമുഖം വേറൊനിക്ക തുടയ്ക്കുന്നു. ഇത് ധ്യാനിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, കുഞ്ഞു കുഞ്ഞു കാരുണ്യ പ്രവർത്തികൾ എത്രയോ അത്ഭുതം നിറഞ്ഞതാണ്. വേറോനിക്ക എടുത്ത ആ നിലപാട് എത്രയോ അത്ഭുതം നിറഞ്ഞതാണ്. ചരിത്രത്തിൽ എന്നും ഓർമ്മപ്പെട്ടു. നമ്മൾ ചെയ്യുന്ന ഓരോ കാരുണ്യ പ്രവർത്തികളും എത്രയോ അനുഗ്രഹം നിറഞ്ഞതാണ്. ശ്രദ്ധി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏഴാം രഹസ്യത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് എന്താണ്? ഈശോ മിശിഹ രണ്ടാം പ്രാവശ്യം വീഴുന്നു. ഏഴാമത്തെ സ്റ്റേഷനിലോട്ട് എത്തുവാണ്. ഈശോ മിശിഹ രണ്ടാം പ്രാവശ്യം വീഴുന്നു. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം, ഈശോ വീണ സ്ഥലത്ത് കിടന്നോ? ഇല്ല, വീണ്ടും എഴുന്നേറ്റു. അപ്പൊ നമ്മൾ ധ്യാനിക്കേണ്ട കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ പല വീഴ്ചകൾ ഉണ്ടാകുന്നു. പക്ഷെ നമ്മൾ വീണെടുത്ത് കിടക്കത്തില്ല, മറിച്ച് അവിടെ നിന്ന് വീണ്ടും എഴുന്നേൽക്കും, വീണ്ടും എഴുന്നേൽക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എട്ടാം സ്ഥലത്തെത്തുമ്പോൾ നമ്മൾ ധ്യാനിക്കുന്നത്, യേശു ജെറൂസലേം സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. അല്ലെ? അവരെ ആശ്വസിപ്പിക്കുന്നു. അത് ആശ്വാസം കൊടുക്കുന്നതോടൊപ്പം തന്നെ ഈശോ അവരോട് ചില കാര്യങ്ങൾ പറയും. പാപത്തിന് പരിണിത ഫലങ്ങളുണ്ട്. അപ്പൊ ഈശോ ചില കാര്യങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. പാപത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. ഇത് ആ സ്റ്റേഷനിൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ
ആ സ്ഥലത്തെത്തുമ്പോൾ നമ്മളും ചിന്തിക്കണം, ദൈവമേ, എൻ്റെ ജീവിതത്തിലും പാപമേഖലകൾ പലതുണ്ടല്ലോ കർത്താവെ, ആ മേഖലകളിൽ ഒരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 9-ാം സ്ഥലത്തെത്തുന്നു. 9-ാം സ്ഥലത്ത് നമ്മൾ ധ്യാനിക്കുന്നത് എന്താണ്? യേശു 3-ാം പ്രാവശ്യം വീഴുന്നു. 3-ാം പ്രാവശ്യവും വീഴുന്നു, അല്ലേ? നമ്മൾ ഓർക്കേണ്ട കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ പലപ്പോഴും വീണാലും ദൈവകൃപ കൊണ്ട് നമ്മൾ എഴുന്നേക്കും. ദൈവകൃപ കൊണ്ട് നമ്മൾ എഴുന്നേക്കും. വിശ്വസിക്കണം, ദൈവകൃപ കൊണ്ട് നമ്മൾ എഴുന്നേക്കും. 10-ാം സ്ഥലത്തേക്ക് എത്തുമ്പോൾ നമ്മൾ ധ്യാനിക്കുന്നത് യേശുവിൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെടുന്നു. യേശുവിൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെടുന്നു എന്നുള്ള ദിവ്യരഹസ്യത്തിൽ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? അതായത് ഈ ലോകം സമ്മാനിച്ച പല കാര്യങ്ങളും നമുക്ക് നഷ്ടമാവും. ഈ ലോകം സമ്മാനിച്ച പല കാര്യങ്ങളും നഷ്ടമാവും. നിനക്കുള്ള പേരുണ്ട്, നിനക്കുമുള്ള ബഹുമതിയുണ്ട്, നീ നേടിയെടുത്തെന്ന് കരുതുന്ന പല കാര്യങ്ങളും നഷ്ടമാകുമ്പോൾ നീ പരിഭ്രമിക്കരുത്. യേശുവിൻ്റെ ജീവിതത്തെ ധ്യാനിച്ചാൽ മതി. തുടർന്ന് 11-ാം സ്ഥലത്തേക്ക് എത്തുമ്പോൾ യേശു കുരിശിൽ തറയ്ക്കപ്പെടുന്നു. യേശു കുരിശിൽ തറയ്ക്കപ്പെടുന്നു. അപ്പൊ നമുക്ക് മനസ്സിലാക്കണം, ഇത്രമേൽ ഈശോ എന്നെ സ്നേഹിച്ചു, ഇത്രമേൽ ഈശോ എന്നെ സ്നേഹിച്ചു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. 13-ാം സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഇതാ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നത് ഈശോ മിശിഹ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക്, ഈശോ മിശിഹ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് എന്ന് പറഞ്ഞാൽ വേദനയുടെ ഒരു നിശബ്ദതയാണ്. വേദനയുടെ ഒരു നിശബ്ദത, അല്ലേ? ദുഃഖശനി എന്ന് പറയുന്നത് എപ്പോഴും ഒരു നിശബ്ദതയാണ്. പക്ഷെ ഓർക്കേണ്ട കാര്യം, ഈ നിശബ്ദത നമ്മൾ പല കാര്യങ്ങളും പഠിക്കുന്നതിനുള്ളൊരു സമയമാണ്. പരിശുദ്ധ അമ്മയുടെ കൈകളിൽ കിടക്കുമ്പോൾ ഈ പരിശുദ്ധ അമ്മ പുത്രനെ ഇങ്ങനെ നോക്കിയിരുന്നിട്ടുണ്ട്, അല്ലേ? ദൈവത്തിൽ വിശ്വാസം നഷ്ടപ്പെടുത്താതെ പിടിച്ചു നിൽക്കണമെന്ന് ഈ പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിക്കും. 14-ാം സ്ഥലം, ഈശോ കല്ലറയിൽ അടക്കപ്പെടുന്നു. നമ്മൾ കല്ലറയിൽ അടക്കപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ കല്ലറ തുറന്ന് യേശു പുറത്തു വരും. ഈ കല്ലറ തുറന്ന് യേശു പുറത്തു വരും. അപ്പോൾ ഈ 14 സ്ഥലങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. നമുക്ക് ഈ ദിവസങ്ങളിൽ ചെയ്യാവുന്ന ഒരു കുഞ്ഞ് പ്രാർത്ഥന രീതിയാണ്. ഒത്തിരി സമയമൊന്നും വേണ്ട, മറിച്ച് ഇച്ചിരി സമയം മതി. നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും ഈ കുരിശിൻ്റെ വഴി ഇത് ചൊല്ലാൻ വേണ്ടി പ്രത്യേകിച്ച് എങ്ങും ദൂരെ എന്നും പോകേണ്ടതില്ല, മറിച്ച് കിട്ടുന്ന സമയം നമുക്ക് ഈ കുരിശിൻ്റെ വഴി ചൊല്ലി ഓരോരോ രഹസ്യങ്ങൾ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ഈശോയുടെ കുരിശിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നതെന്ന് മനസ്സ് ധ്യാനിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ വിശ്വസിക്കുക. എല്ലാവരും കരങ്ങൾ കൂപ്പിക്കേ. കരങ്ങൾ കൂപ്പി ഈശോയുടെ കുരിശു മരണത്തെ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. നിന്റെ ജീവിതത്തിൽ നീ കടന്നു പോകുന്ന എല്ലാ അനുഭവങ്ങൾക്കും അർത്ഥമുണ്ടെന്ന് ഈശോ നിന്നെ പഠിപ്പിക്കുന്ന സമയം കൂടെയാണ്. എല്ലാവരും കരങ്ങൾ കൂപ്പുക. പ്രത്യേകിച്ച് ഈ സമയത്ത് നീ മനസ്സിൽ കാണണം, 1-ാം സ്ഥലം, ഈശോ മരണത്തിന് വിധിക്കപ്പെടുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു. കണ്ണുകളടച്ച് മനസ്സിൽ ധ്യാനിക്കുക. നിന്റെ ജീവിതത്തിൻ്റെ സഹനങ്ങൾ ചേർത്ത് വയ്ക്കുക. 2-ാം സ്ഥലം, ഈശോ കുരിശ് ചുമക്കുന്നു. കർത്താവേ, എൻ്റെ ജീവിതത്തിലെ കുരിശ് നിന്റെ കുരിശോട് ചേർത്ത് വയ്ക്കുന്നു. വിശ്വാസത്തോടെ കുരിശ് ചുമക്കാൻ എനിക്ക് ബലം വേണം. 3-ാം സ്ഥലം, ഈശോ 1-ാം പ്രാവശ്യം വീഴുന്നു. മാനുഷികമായ അനേക ബലഹീനതകൾ നമുക്കുണ്ട്, അത് സമർപ്പിക്കുക. ഈശോയെ, വീണടത്ത് കിടക്കാതെ എഴുന്നേൽക്കാനുള്ള കൃപ വേണം. 4-ാം സ്ഥലം, യേശു തൻ്റെ അമ്മയെ കാണുന്നു. നമ്മുടെ വേദനയിൽ നമ്മളെ ആശ്വസിപ്പിക്കുവാൻ ദൈവം അനേകരെ നമുക്ക് ചേർത്ത് വയ്ക്കും. നമ്മുടെ മാതാപിതാക്കളെ ഓർക്കാം. 5-ാം രഹസ്യം, ശിമയോൻ ക്രൂശ് ചുമക്കാൻ സഹായിക്കുന്നു. ദൈവം മറ്റുള്ളവരിലൂടെ നമ്മെ സഹായിക്കും. മറ്റുള്ളവരുടെ സ്നേഹം കൊണ്ടാണ് നമ്മുടെ ജീവിതം നയിക്കപ്പെടുന്നത്. 6-ാം സ്ഥലം, വേറോനിക്ക യേശുവിൻ്റെ തിരുമുഖം തുടയ്ക്കുന്നു. ചെറിയ ചെറിയ കാരുണ്യ പ്രവർത്തികൾ ദൈവത്തിൻ്റെ മുമ്പിൽ എത്രയോ വിലപ്പെട്ടതാണെന്ന് തിരിച്ചറിയുക. 7-ാം സ്ഥലം, യേശു 2-ാം തവണ വീഴുന്നു. നമ്മുടെ ജീവിതത്തിൽ അനേക വീഴ്ചകൾ നമുക്കുണ്ട്. ആ വീഴ്ചകളിൽ ഒരിക്കലും വീണു പോകാതെ മുമ്പോട്ട് നയിക്കപ്പെടാൻ ധ്യാനിക്കുക. 8-ാം സ്ഥലം, യേശു യെരൂശലേം സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ആശ്വാസത്തിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ
പാപവഴികളിൽ നിന്ന് തിരിച്ചു വരണമെന്നുള്ള വലിയൊരു ആഹ്വാനം കൂടെയാണ്. 9-ാം സ്ഥലം, യേശു 3-ാം തവണ വീഴുന്നു. ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് നമ്മൾ ഓരോ വീഴ്ചകളെയും അതിജീവിക്കുന്നതെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. 10-ാം സ്ഥലം, യേശുവിൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെടുന്നു. ഈ ലോകം നമുക്ക് സമ്മാനിച്ച പല കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെടാം, പക്ഷേ ദൈവം നിന്റെ ഉള്ളിൽ നിന്ന് ഒരിക്കലും നഷ്ടപ്പെടല്ലേ. 11-ാം സ്ഥലം, യേശു കുരിശിൽ തറയ്ക്കപ്പെടുന്നു. ഈശോയെ, ഇത്രമേൽ നീ എന്നെ സ്നേഹിച്ചുവല്ലോ. സ്നേഹമെന്നുള്ളത് എപ്പോഴും ത്യാഗം ആവശ്യപ്പെടുന്നുവെന്ന് തിരിച്ചറിയുന്നു. 12-ാം സ്ഥലം, യേശു കുരിശിൽ മരിക്കുന്നു. ദൈവസ്നേഹം ഇത്രമേൽ പ്രകടമാക്കപ്പെട്ടത് കർത്താവെ കുരിശിലാണല്ലോ. ക്ഷമയും സ്നേഹവും ഉണ്ടെന്ന് എന്നെ പഠിപ്പിച്ചവനെ, ഈ കുരിശിൻ്റെ മുമ്പിൽ എൻ്റെ ജീവിതം സമർപ്പിക്കുന്നു. 13-ാം സ്ഥലം, യേശുവിൻ്റെ ശരീരം മറിയത്തിൻ്റെ കരങ്ങളിൽ. വേദനയുടെ നിശബ്ദതയാണ്. കർത്താവെ, എൻ്റെ ജീവിതത്തിൽ ഇപ്രകാരം അനേക സംഭവങ്ങൾക്ക് മുമ്പിൽ വിശ്വാസം നഷ്ടപ്പെടാതെ പിടിച്ചു നിൽക്കാൻ കൃപ വേണമേ. 14-ാം സ്ഥലം, യേശു കല്ലറയിൽ അടയ്ക്കപ്പെടുന്നു. ഈ കല്ലറയിൽ അവസാനിക്കുന്നതല്ല, മറിച്ച് ഇതിനപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് എന്നെ പഠിപ്പിച്ചവനെ, ഈ കുരിശിൻ്റെ മുമ്പിൽ എൻ്റെ ജീവിതം സമർപ്പിക്കുന്നു. സാധിക്കുന്ന എല്ലാവരും മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി, ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ സാധിക്കുമെങ്കിൽ മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി ഈ കുരിശിനെ ഒന്ന് ആരാധിച്ചു വണങ്ങി, കുരിശിനാലെ ലോകമൊന്നായി വീണ്ടെടുത്തവനെ താണു ഞങ്ങൾ വണങ്ങുന്നു. ആ വലിയ പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് ഈ നിമിഷം ചേർന്ന് ഈ ശുശ്രൂഷ സമയത്ത് നമുക്ക് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം. കുരിശിനാലെ ലോകമൊന്നായി വീണ്ടെടുത്തവനെ താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. സാധിക്കുന്ന എല്ലാവരും ശിരസ് കുമ്പിട്ട് താണു ഞങ്ങൾ എല്ലാവരും ചേർന്നൊന്ന് വണങ്ങി പാടി പ്രാർത്ഥിച്ചേ. കുരിശിനാലെ ലോകമൊന്നായി വീണ്ടെടുത്തവനെ താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. നമ്മുടെ ജീവിതത്തിന്റെ സകല ഭാരവും ഈ കുരിശിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. കർത്താവേ, എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും എന്നും അനുഗ്രഹമായിട്ട് മാറണമേ. വിശ്വസിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വസ്ഥമായി ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പരിശുദ്ധാരാധനയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും കുരിശിൻ്റെ ശക്തി തെളിയണമേ. ആഗ്രഹിച്ച് നമുക്ക് ഒരുമിച്ച് ആരാധനയുടെ ഗീതം ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ക്രൂശിതരൂപനായി സ്നേഹസ്വരൂപനായി മനസ്സിൽ നീ വരണേ. ഈശോ മനസ്സിൽ നീ വരണേ. ക്രൂശിതരൂപനായി സ്നേഹസ്വരൂപനായി മനസ്സിൽ നീ വരണേ. ഈശോ മനസ്സിൽ നീ വരണേ. കരങ്ങൾ കൂപ്പി മനസ്സിൽ നീ വരണേ. മനസ്സിൽ നീ വരണേ. ചേർന്ന് പാടി മനസ്സിൽ നീ വരണേ. മനസ്സിൽ നീ വരണേ. മനസ്സിൽ നീ വരണേ. മനസ്സിൽ നീ വരണേ.
പ്രാർത്ഥിക്കാം. മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ മനസ്സിൽ നീ വരണേ, യേശുവേ. മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ. മനസ്സിൽ നീ വരണേ, ആഗ്രഹിച്ച് മനസ്സിൽ നീ വരണേ, യേശുവേ. മനസ്സിൽ നീ വരണേ, ഈശോയെ. മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ കൂപ്പി ഈശോയെ നോക്കി, ഈശോയെ, എനിക്ക് വേണ്ടി കുരിശിൽ ബലിയായി മാറിയവനെ, ഈ കുരിശിന്റെ മുമ്പിൽ എൻ്റെ ജീവിതം സമർപ്പിക്കുകയാണ്. ഇതാ ഈ പരിശുദ്ധ കുർബാന നിന്നെ പഠിപ്പിക്കുന്ന, ഇതുപോലെ ബലിയാകാനുള്ളതാണ് നിന്റെ ജീവിതം. കർത്താവേ, അങ്ങയെ നോക്കുന്ന ഓരോരുത്തരുടെയും ജീവിതം വിശുദ്ധീകരിക്കപ്പെടുമല്ലോ. എൻ്റെ ഹൃദയത്തിൻ്റെ കാഠിന്യം കുറയും നിന്നെ നോക്കി ധ്യാനിക്കുമ്പോൾ. കർത്താവേ, എൻ്റെ ഉള്ളിൽ പാപബോധം വളരും. കർത്താവേ, എൻ്റെ ഉള്ളിൽ കഷ്ടതകൾ സഹിക്കാനുള്ള കൃപ ലഭിക്കും. എനിക്ക് ക്ഷമിക്കാനുള്ള ബലം കിട്ടും. എൻ്റെ ആത്മീയ വളർച്ചയാണ്. കർത്താവെ, ഞാൻ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. ഇതെൻ്റെ ഉള്ളിൽ സംഭവിക്കണമേ. ഓ കർത്താവെ, എൻ്റെ മനസ്സിൽ നീ നിറയണം, ആഗ്രഹിക്കണം. ഇത് പ്രാർത്ഥനയായി പരിശുദ്ധ അൾത്താരിൽ നമുക്ക് സമർപ്പിക്കാം. തിരുവത്താഴത്തിൻ ദിവ്യ മുഹൂർത്തമാ മനസ്സിൽ മനസ്സിൽ നീ വരണേ, ഈശോ മനസ്സിൽ നീ വരണേ, തിരുവത്താഴത്തിൻ ദിവ്യ മുഹൂർത്തമായി മനസ്സിൽ നീ വരണേ, ഈശോ മനസ്സിൽ നീ വരണേ. രണ്ട് കരങ്ങളും അൾത്താരിലേക്ക് നീട്ടിപ്പിടിച്ച് മനസ്സിൽ നീ വരണമേ. മനസ്സിൽ നീ വരണേ, ചേർന്ന് പാടിക്കേ. മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, എല്ലാവരും മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ. ചേർന്ന് പാടിക്കേ. മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച്, ഈശോയെ, എനിക്ക് വേണ്ടി പാടുപീഡകളേറ്റവനെ, അങ്ങയുടെ കുരിശും കൊണ്ടുള്ള യാത്ര ധ്യാനിക്കുന്ന സമയം എൻ്റെ ജീവിതത്തിൻ്റെ ഭാരം മുഴുവൻ ഞാനിതാ സമർപ്പിക്കുകയാണ്. കർത്താവേ, കുരിശ് യാത്രയുടെ ഓരോ അനുഭവവും എൻ്റെ ജീവിതത്തിലുണ്ട്. ഞാനും പലപ്പോഴും വീണു പോകുന്നു. എഴുന്നേൽക്കാൻ കഴിവില്ലാതെ ഞാൻ പലപ്പോഴും അസ്വസ്ഥനായിട്ട് ഇരുന്നു പോകുന്നു. കർത്താവേ, എന്നെ ബലപ്പെടുത്തണം. കർത്താവേ, എനിക്ക് വീണ്ടും എഴുന്നേറ്റ് നടക്കാൻ കൃപ വേണം. അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. കർത്താവേ, എന്നെ പഠിപ്പിക്കണം. കർത്താവേ, ഈ അൾത്താരയിലേക്ക് എൻ്റെ ജീവിതം സമർപ്പിക്കുന്നു. ആഗ്രഹിക്കട്ടെ. മൃതിയെ തോൽപ്പിച്ച് വീണ്ടും ഉയർത്തന്റെ മനസ്സിൽ നീ വരണേ, ഈശോ മനസ്സിൽ നീ വരണേ. മൃതിയെ തോൽപ്പിച്ചവൻ നിന്റെ മുമ്പിൽ, മൃതിയെ തോൽപ്പിച്ച് വീണ്ടും ഉയർത്തന്റെ മനസ്സിൽ നീ വരണേ, ഈശോ മനസ്സിൽ നീ വരണേ. രണ്ട് കരങ്ങളും അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ച് മനസ്സിൽ നീ വരണമേ. മനസ്സിൽ നീ വരണേ,
മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ. ചേർന്ന് പാടിക്കേ. മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ. എല്ലാവരും മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, യേശുവേ. മനസ്സിൽ നീ വരണേ. എല്ലാവരും മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ. ആഗ്രഹിക്കട്ടെ. മനസ്സിൽ നീ വരണേ, ഓ കർത്താവേ, മനസ്സിൽ നീ വരണേ. ഈ ശുശ്രൂഷ സമയത്ത് മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ. മനസ്സിൽ നീ വരണേ. കൈയടിച്ച് പാടിക്കേ. മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് മനസ്സിൽ നീ വരണേ, ആഗ്രഹിക്കട്ടെ. മനസ്സിൽ നീ വരണേ, എന്റെ കർത്താവേ, മനസ്സിൽ നീ വരണേ. ഈ ശുശ്രൂഷ സമയം മനസ്സിൽ നീ വരണേ, എന്റെ മേൽ നിറയണം. മനസ്സിൽ നീ വരണേ, ഹൃദയം തുറന്ന് മനസ്സിൽ നീ വരണേ, കണ്ണുകളടച്ച് മനസ്സിൽ നീ വരണേ, ആത്മാർത്ഥതയോടെ മനസ്സിൽ നീ വരണേ, ആഗ്രഹിച്ച് മനസ്സിൽ നീ വരണേ. ഓ കർത്താവേ, മനസ്സിൽ നീ വരണേ, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. മനസ്സിൽ നീ വരണേ, കർത്താവേ, മനസ്സിൽ നീ വരണേ, യേശുവേ, മനസ്സിൽ നീ വരണേ, ഈശോയേ, മനസ്സിൽ നീ വരണേ, 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 മനസ്സിൽ നീ വരണേ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഈശോയേ എന്ന് വിളിച്ച് എല്ലാവരും പ്രാർത്ഥിക്കുന്നു. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, 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 യേശുവേ. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ കുരിശ് ഞങ്ങൾക്ക് അടയാളമായിട്ടിരിക്കണം. കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, 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 ഞങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഓ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, കുരിശിന്റെ വഴിയിൽ അർത്ഥമുണ്ടെന്ന് എന്നെ പഠിപ്പിച്ചവനെ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എന്റെ ജീവിതത്തിന് സഹനങ്ങൾക്ക് അർത്ഥമുണ്ടെന്ന് എന്നെ പഠിപ്പിച്ചവനെ, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എന്റെ ജീവിതത്തിൽ ക്ഷമിക്കാനും പൊറുക്കാനും എന്നെ പഠിപ്പിക്കുന്നവനെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എന്റെ ജീവിതത്തിൽ കുരിശ് വഹിച്ച് ഞാൻ വീഴുമ്പോൾ എഴുന്നേൽക്കുവാൻ കൃപ തരുന്നവനെ, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എന്റെ രോഗങ്ങൾക്ക് സൗഖ്യമുണ്ടെന്ന് എന്നെ പഠിപ്പിച്ചവനെ, എന്റെ മനസ്സിന്റെ ഭാരത്തിന് വിടുതലുണ്ടെന്ന് എന്നെ പഠിപ്പിച്ചവനെ, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, ഇന്നും അങ്ങ് ജീവിക്കുന്നുവെന്ന് എന്നെ പഠിപ്പിക്കുന്നവനെ, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ആരാധന കർത്താവേ, സ്തുതി കർത്താവേ, മഹത്വം കർത്താവേ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും അത്ഭുതകരമായ ദൈവത്തിൻ്റെ സമാശ്വാസം, അത്ഭുതകരമായ കൃപകളാണ് ചൊരിയപ്പെടുന്നത്. കുരിശനെ ധ്യാനിക്കുന്ന ഓരോരുത്തർക്കും കിട്ടുന്ന കൃപ ഇപ്പോൾ പ്രാർത്ഥനയിലായിരിക്കുന്ന അനേകരിലേക്ക് ചൊരിയപ്പെടുകയാണ്. ശക്തമായി ദൈവത്തിൻ്റെ സൗഖ്യം അനേകർക്ക് ഒഴുകപ്പെടുന്നുണ്ട്. നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊള്ളൂ. നിന്റെ ആഗ്രഹത്തിൽ കർത്താവ് ഇടപെടുകയാണ്. കർത്താവ് നിന്നിൽ ഇടപെടുകയാണ്. നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. മൈഗ്രെയിൻ രോഗപീഠ മൂലം വളരെ വിഷമിച്ച് ഇപ്പോൾ പ്രാർത്ഥനയിലായിരിക്കുന്ന അനേകരെ, ഒന്നോ രണ്ടോ പേരല്ല, അനേകരെ കർത്താവ് അനുഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകരെ നിങ്ങളായിരിക്കുന്നിടത്ത് കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു, ആശ്വാസം നൽകുന്നു. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ഈശോ നിനക്ക് ബലം നൽകുന്നു. ഈശോ അനേകർക്ക് ബലം നൽകുന്നു. ഒരു ഓപ്പറേഷനോട് ബന്ധപ്പെട്ട്
നീണ്ട ദിവസങ്ങളായി വലിയ ടെൻഷൻ അനുഭവിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഓൺലൈൻ ശുശ്രൂഷയിൽ ദൂരത്ത് നിന്ന് പ്രാർത്ഥിക്കുന്ന സഹോദര, കർത്താവ് സഹോദരന് ബലം നൽകുന്നു. ഇത് ഒരു ഭാരപ്പെടേണ്ട, മറിച്ച് ഇതൊക്കെ കഴിഞ്ഞു പോകുമെന്ന്, ഇത് നിസ്സാരമാണെന്ന്, ഈ വേദന ഇതൊരു കാലത്തേക്കുള്ളൂ, ഇതിന് ശേഷം നിനക്ക് ധൈര്യവും പൂർണ്ണതയും ബലവും കിട്ടുമെന്ന് കർത്താവ് നിന്നോട് പറയുന്നു. ഹല്ലേലൂയ. ഈശോ നിന്നെ അനുഗ്രഹിക്കുന്നു. ഓരോ വ്യക്തിയും അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ. നിന്റെ കുടുംബത്തിലെ പ്രശ്നത്തിന് പരിഹാരമുണ്ട്. നീ ചിന്തിക്കുന്നത് പരിഹാരമില്ലെന്നാണ്, എന്നാൽ പരിശുദ്ധ അൽത്താര പറയുന്നു പരിഹാരമുണ്ട്. ഈശോ നിനക്ക് വഴി തുറന്നു തരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും അത്ഭുതകരമായ കൃപകളാണ് പരിശുദ്ധ അൽത്താര നിനക്ക് നൽകുന്നത്. വിശ്വസിക്കുക. 2 കരങ്ങൾ ശിരസിലൊന്ന് കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞാനിതാ അങ്ങയെ ധ്യാനിച്ച്, അങ്ങയിൽ ആശ്രയിച്ച്, അങ്ങയിൽ വിശ്വസിച്ച് എൻ്റെ ജീവിതം സമർപ്പിക്കുന്നു. കർത്താവേ, എന്നും നിന്നോട് വിശ്വസ്തനായിരിക്കാൻ, വിശ്വസ്തയായിരിക്കാൻ ശക്തിയും ബലവും നൽകണം. എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും കർത്താവെ, നിന്റെ കുരിശോട് ചേർത്ത് അവയെ ധ്യാനിക്കാൻ എനിക്ക് കൃപ വേണം. ഓരോരുത്തരും ആ വലിയ ആഗ്രഹം പറഞ്ഞേ. എന്തെല്ലാം സംഭവിച്ചാലും, നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും അതെല്ലാം കുരിശോട് ചേർത്ത് ധ്യാനിക്കണം. അപ്പോൾ കുരിശ് നമ്മുടെ മുമ്പിൽ പല കാര്യങ്ങളും പഠിപ്പിക്കും. ലോകത്തെ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും കിട്ടില്ല. പക്ഷേ കുരിശിലേക്ക് നോക്കുമ്പോൾ നമ്മളെ ഈശോ പഠിപ്പിക്കും. കർത്താവെ, എല്ലാ ദിവസവും കുരിശിൻ്റെ വഴി, ഒരു കുഞ്ഞു കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കാനുള്ള കൃപ എനിക്ക് വേണം. കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിച്ച് അഭിഷേകത്തിൽ വളരാൻ എന്നെ ബലപ്പെടുത്തണം. ഈശോയെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ ആഗ്രഹം ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് നെറ്റിയിലൊരു കുരിശടയാളം വരച്ച് നമുക്ക് മുട്ടുകുത്തി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായം 7-ാം തിരുവചനം ഇപ്പോൾ അനേകർക്ക് നൽകുന്നൊരു സന്ദേശ വചനം കൂടെയാണ്. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. വിശ്വസിക്കണം. യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ആരാധന യേശു, 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 ആരാധന യേശു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക്